കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 26 അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈരമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കൽപ്പനകൾ: 1, സാബത്ത് ദിവസം ആചരിക്കുക; 2, വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നിരിക്കുക. ഈ 2 അടിസ്ഥാന പ്രമാണങ്ങൾ ഒരു വ്യക്തി വളരെ ബോധപൂർവം തൻ്റെ ജീവിതത്തിലൂടെ പാലിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മഴ തരും എന്നാണ് വചനം പറയുന്നത്. മഴ സൂചിപ്പിക്കുന്നത് യഥാകാലം ലഭിക്കേണ്ട അനുഗ്രഹങ്ങളാണ്. ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും സന്ദർഭത്തിലും നമുക്ക് ലഭിക്കേണ്ട ദൈവാനുഗ്രഹങ്ങൾ അത് കൃത്യമായി നമുക്ക് നൽകപ്പെടുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മാത്രമല്ല, മഴ നൽകപ്പെടുന്നതോടൊപ്പം തന്നെ ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം ധാരാളമായി നൽകുകയും ചെയ്യും. ധാരാളം വിളവുകൾ ഭൂമി ഉൽപ്പാദിപ്പിക്കും. നാം ചെയ്യുന്ന ജീവിതത്തിൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ മോശമായി പോവുകയില്ല. അതൊന്നും ഫലം ചൂടാതെ പോവുകയില്ല. എല്ലാം ഫലമായി തീരും. വിളവുകൾ വർദ്ധിക്കും, വൃക്ഷങ്ങൾ ഫലം നൽകും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം കാലാവറുക്കുന്നത് വരെയും ആയിരിക്കുമെന്ന് വചനം ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസങ്ങളിലും ദൈവാനുഗ്രഹങ്ങൾ തുടർച്ചയായി വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നൽകപ്പെടുമെന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മ അഭിഷേകം, ദൈവത്തിൻ്റെ ആ നിരന്തരമായ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു വലിയ മനോബലം ഈ വചനങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നൽകപ്പെടുകയാണ്. മാത്രമല്ല, ഒരു വ്യക്തി ദൈവികമായ നിയമങ്ങൾ പാലിച്ച് വചനത്തോട് ചേർന്ന് ജീവിച്ചാൽ ആ ദേശം സുരക്ഷിതമായിരിക്കും. തൃപ്തിയാവോളം ഭക്ഷിച്ച് എല്ലാവർക്കും സമൃദ്ധി നൽകപ്പെടും. നാട്ടിൽ സമാധാനമുണ്ടാകും. എല്ലാവരും സ്ഥൈര്യമായി വസിക്കും. ദുഷ്ടജന്തുക്കൾ ആ ദേശത്തെ ആക്രമിക്കുകയില്ല. അപ്പോൾ ഒരു വ്യക്തി ദൈവികമായ കൽപ്പനകൾ പാലിച്ചാൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം ആളുകളിലേക്കാണ് ഈ നന്മകൾ ഒഴുകുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളായി കൽപ്പനകൾ മാറുകയാണ്. കൽപ്പനകൾ പാലിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സമാധാനം ഉണ്ടാവുകയാണ്. ആ ദേശത്തെ അസ്വസ്ഥതകൾ മാറിപ്പോവുകയാണ്. ദുർമരണങ്ങളും ആത്മഹത്യകളും അസ്വസ്ഥതകളും ഒക്കെ വിട്ടുമാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ദൈവത്തെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്ന ചില വ്യക്തികളവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദേശം ദൈവാരാധകരെ കൊണ്ട് നിറയുമ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.